നമസ്കാരം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു കാര്യമാണ് തുമ്മൽ. പ്രത്യേകിച്ച് അലർജി മൂലമുള്ള തുമ്മൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, പൊടി തട്ടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മണങ്ങൾ വരുമ്പോൾ തുടർച്ചയായി തുമ്മുകയും മൂക്കടപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നത് പലരുടെയും സ്ഥിരം പ്രശ്നമാണ്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാറുണ്ട്. എന്നാൽ എന്താണ് ഇതിന് കാരണം, എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ, അലർജി മൂലമുള്ള തുമ്മൽ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. പൊടി. വീട്ടിലെ പൊടി, പൊടിപടലങ്ങൾ, പഴയ പുസ്തകങ്ങൾ, കർട്ടനുകൾ എന്നിവയിലെ പൊടി. പൂക്കളിൽ നിന്നും ചെടികളിൽ നിന്നും വരുന്ന പൂമ്പൊടി. നായ, പൂച്ച തുടങ്ങിയ വളർത്തുമൃഗങ്ങളുടെ രോമങ്ങൾ. ഈർപ്പമുള്ള സ്ഥലങ്ങളിലെ പൂപ്പലുകൾ. ചില പെർഫ്യൂമുകൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, പുക എന്നിവ. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടർച്ചയായി തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, കണ്ണുകളിൽ ചൊറിച്ചിലും ചുവപ്പും, ചിലപ്പോൾ തൊണ്ടവേദനയും തലവേദനയും, മണങ്ങൾ തിരിച്ചറിയാനുള്ള പ്രയാസവും ഉണ്ടാകാം. അലർജി മൂലമുള്ള തുമ്മൽ കുറയ്ക്കാൻ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവി പിടിക്കുക. മൂക്കടപ്പും തുമ്മലും കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗമാണിത്. തിളപ്പിച്ച വെള്ളത്തിൽ അല്പം തുളസിയിലയോ യൂക്കാലിപ്റ്റസ് ഓയിലോ ചേർത്ത് ആവി പിടിക്കുന്നത് ശ്വാസം നന്നായി എടുക്കാൻ സഹായിക്കും. തുളസിയില കൊണ്ടുള്ള ചായ. തുളസിക്ക് അലർജിക്കെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. ദിവസവും തുളസിയിലയിട്ട് തിളപ്പിച്ച ചായ കുടിക്കുന്നത് അലർജിയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ എന്ന ഘടകത്തിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഒരു ഗ്ലാസ് ചൂട് പാലിൽ അല്പം മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇഞ്ചിക്ക് ആന്റി വൈറൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇഞ്ചി ചതച്ച് ചായയിൽ ചേർത്തോ വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ചോ കുടിക്കാം. അലർജിക്ക് കാരണമാവുന്ന പൂമ്പൊടി തേനിൽ അടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ അളവിൽ തേൻ കഴിക്കുന്നത് ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ എല്ലാ തേനും ഇത്തരത്തിൽ ഫലം ചെയ്യില്ല. അലർജിക്ക് കാരണമാകാത്ത നല്ല തേൻ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.